Hi guys! നിറം കുറവുള്ള ചർമ്മം നല്ല രീതിയിൽ വൈറ്റൈൻ ചെയ്യാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സിറംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളത് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ധാരാളം സൈഡ് എഫക്റ്റും മറ്റും കാര്യങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലെങ്ങനെ സൂപ്പറായിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് സിറം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറും രണ്ട് കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പകൽ അപ്ലൈ ചെയ്യാൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എങ്കിലും നിങ്ങളിത് രാത്രി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നത്. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. പുറത്ത് തന്നെ ആരും വെച്ച് ഉപയോഗിക്കരുത്, ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലിക്വറൈസിൻ്റെ പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി കേട്ടോ. ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്തിട്ട് ഏറ്റവും മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വേണം നമ്മളത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം ഒരു 1/4 ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരു 3/4 കപ്പോളം നമുക്ക് കിട്ടിയാൽ മതി. ബാക്കി ഒരു 1/4 കപ്പ് നമുക്ക് വറ്റിച്ച് കൊണ്ടുവരാം കേട്ടോ. ഈ രീതിക്ക്, അല്ലെങ്കിൽ പാതിയായിട്ട് വറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ വറ്റിച്ച് കൊണ്ടുവരാം. പിന്നീട് നമ്മളിത് തണുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട്, മാക്സിമം തുണി ഉപയോഗിക്കാനായിട്ട് നോക്കുക. കാരണം ഇത് ഭയങ്കര നൈസായിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ അരിപ്പിയിലോ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ തുണി ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റും അതിൻ്റെ ഒരു പിശിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ തണുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ലാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങ് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ് സീറം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് അല്പം ഓയിൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിനോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഡ്രൈ സ്കിന്നുകാരുടെ കാര്യം പറഞ്ഞത്, നോർമൽ സ്കിൻ ഓയിൽ സ്കിന്നുകാർ ഇതേ പണി അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തേക്ക് ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലിനകത്തേക്കോ നല്ലൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഇതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നീട് നമുക്കിത് രാത്രി, ഞാൻ മുന്നേ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കഴുകുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് മാറ്റാവും. 7 ഡേയ്സിൻ്റെ അത്രയും പോകണമെന്നില്ല, ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ആയി തുടങ്ങും കേട്ടോ. ടാൻ ഉണ്ടെങ്കിൽ സൺ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളും ചുളിവുകളും എല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രിഡ്ജിനകത്ത് വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, ആരും അതിന് പുറത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.